നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മഹാകുംഭമേളയുടെ 4ാം ദിവസമായ വ്യാഴാഴ്ച വൈകുന്നേരം ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംയോജന കേന്ദ്രമായ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി 25 ലക്ഷത്തിലധികം ഭക്തർ. കണക്കുകൾ പ്രകാരം 10 ലക്ഷത്തിലധികം കൽപ്പവാസികളും 15 ലക്ഷത്തിലധികം തീർത്ഥാടകരും ഉണ്ടായിരുന്നു. മഹാകുംഭമേളയെ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്ന പോസ്റ്ററുകൾ ഉയർത്തിയ ചില പ്രവർത്തകർക്കെതിരെ ചില നാഗ സന്യാസികളും ഹിന്ദു ഭക്തരും പ്രകോപിതരാകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ കുംഭക്ഷേത്ര മകരസംക്രാന്തി ദിനത്തിൽ, അതായത് ജനുവരി 15-നാണ് സംഭവം നടന്നതെന്ന് പറയപ്പെടുന്നു. എന്നാൽ സംഭവ തീയതി സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കുംഭ അന്ധവിശ്വാസത്തിന്റെ മേളയാണ്, അതൊരു ഒഴികഴിവ് മാത്രമാണ് എന്ന വാചകത്തോടെ ചിലർ പോസ്റ്ററുകൾ ഉയർത്തുന്നത് കാണാം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ വിവേകം ഉണർത്തുക. ആചാര്യ പ്രശാന്തിന്റെ ബുക്ക് സ്റ്റാളിന് സമീപമാണ് സംഭവം. ഇത് കേട്ട് നാഗസന്യാസിമാർ അവിടെ തടിച്ചുകൂടുകയും പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കണ്ട് അവർ ദേഷ്യപ്പെടുകയും ചെയ്തു. നാഗസന്യാസികൾ അഹിംസാ മാർഗം പിൻപറ്റുന്ന സാധു സന്യാസികളല്ല എന്നതാണ് ചരിത്രം. അവരെ യുദ്ധസന്യാസികൾ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ധർമ്മത്തിന് ഭീഷണി നേരിട്ട കാലഘട്ടങ്ങളിലൊക്കെയും നാഗസന്യാസിമാർ ആയുധമെടുത്തതായി ചരിത്രങ്ങൾ പറയുന്നു. അവരുടെ പോരാട്ടം ഭയപ്പെടുത്തുന്നതാണെന്നും പറയപ്പെടുന്നു. നാഗസന്യാസികൾ കടുത്ത വ്രതങ്ങൾ, യോഗം, ധ്യാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സന്യാസികൾ ആണെങ്കിലും കഠിനമായ ശാരീരിക പരിശീലനവും അവർ ഇതിനൊപ്പം അഭ്യസിക്കുന്നുണ്ട്. ഖഡ്ഗം, ഗദ, ത്രിശൂലം പോലുള്ള ആയുധങ്ങളുമായി യുദ്ധം ചെയ്യുന്നതിൽ പരിശീലനം നേടിയവരാണ് നാഗസന്യാസികൾ. കർശനമായ ആചാരങ്ങളും കഠിന തപസ്സുകളും അനുഷ്ഠിക്കുന്ന സ്ത്രീ സന്യാസികളാണ് സ്ത്രീ നാഗസാധുക്കൾ എന്നറിയപ്പെടുന്നത്. സ്ത്രീ ആയതിനാൽ ഇവർ നാഗസാധ്വികൾ എന്നും വിളിക്കപ്പെടും. സ്ത്രീ നാഗസാധ്വികൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത് ഈ മഹാകുംഭമേളയിലാണ്. ശിവഭക്തിയാണ് ഇവരുടെ പ്രാണൻ. തയ്യലുകളില്ലാത്ത കാവ്യവസ്ത്രമാണ് ഇവരുടെ വേഷം. ഈ വേഷത്തെ ഗന്ധി എന്നും വിളിക്കും. മഹാകുംഭമേളയിൽ പങ്കെടുത്ത നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാർ 1.5 നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയുടെ അപൂർവ നിമിഷത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഈ വർഷം 40 കോടിയിലേറെ ഭക്തരാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നത്. ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുന്നതിന് മനോഹരങ്ങളായ സൗകര്യങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. കോടിക്കണക്കിന് സാധാരണ ജനങ്ങൾ, വിദേശികൾ, വിഐപികൾ ഉൾപ്പെടെ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന മേളയിൽ അപകടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതെ വളരെ ഉയർന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത്രയും ഭംഗിയായി സുരക്ഷാ സംവിധാനങ്ങളും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയ മോദി, യോഗി സർക്കാരുകൾ എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നു, അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു. മഹാകുംഭമേള സന്ദർശിക്കാനെത്തിയ 10 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പ്രതിനിധികൾ സംഘത്തിൽ ഒരാളാണ് UAE-യിൽ നിന്ന് വന്ന ഷൈലി അൽ അജാബ്. ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ചടങ്ങാണിത്. മഹാകുംഭത്തിന്റെ മഹത്വവും അതിന്റെ വിജയകരമായ സംഘാടനവും കൊണ്ട് ഇന്ത്യ ലോകത്തിനു മുഴുവൻ ഐക്യത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. കോടിക്കണക്കിന് ഭക്തജനങ്ങളെയും അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളെയും കണ്ടപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു, ഷൈലി അജാബ് വ്യക്തമാക്കി. ഭാരതത്തിന്റെ ആകെ ആധ്യാത്മികോത്സവമായ കുംഭമേളയെ ചിട്ടയോടുകൂടി ഒരു വലിയ സന്യാസി സംഗമ കേന്ദ്രമാക്കി മാറ്റിയത് ആലുവയിലെ ശങ്കര മഠത്തിൽ നിന്ന് ജ്ഞാനം തേടിപ്പോയ ആദി ശങ്കരാചാര്യരാണെന്നത് മലയാളത്തിനും കേരളത്തിനും അഭിമാനമാവുന്ന സത്യമാണ്. 8ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ പിറവിയെടുത്ത ആദി ശങ്കരാചാര്യർക്ക് മുൻപും കുംഭമേളയുണ്ടായിരുന്നുവെങ്കിലും അന്നൊന്നും ഹൈന്ദവ ആത്മീയാചാര്യന്മാർക്ക് അത്രയേറെ പ്രാധാന്യം നൽകിയിരുന്നില്ല. ആദി ശങ്കരാചാര്യരാണ് 4 തീർത്ഥസ്ഥലങ്ങളിൽ പീഠങ്ങൾ സ്ഥാപിച്ചാണ് ഇതിന് തുടക്കമിട്ടത്. കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് കൽപ്പിച്ചതും ശങ്കരാചാര്യർ തന്നെ. കുംഭമേളയിൽ ഇന്ത്യയിലെ സന്യാസി മഠങ്ങളിൽ നിന്നുള്ളവർ എത്തി ആധ്യാത്മിക കാര്യങ്ങളിൽ തർക്കവും സംവാദങ്ങളും നടത്തണമെന്ന് കൽപ്പിച്ചതും ശങ്കരാചാര്യരാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.